ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വയനാട് സ്പെഷ്യൽ ബീഫായാലോ. ബീഫിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രിപ്പറേഷൻ ടൈമിൽ കാണാം. ബീഫ് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബീഫ് വിറകടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബീഫ് ഇവിടെ കിടന്നൊന്ന് വേവട്ടെ. അപ്പോഴേക്കും ബീഫിന് വേണ്ട ബാക്കി പരിപാടികൾ നോക്കാം. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കാം. ഇന്നെനിക്ക് കുഞ്ഞ് ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറമാനോട് സംസാരിച്ചതാണ്. ഇന്നത്തെ ബീഫ് ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മിക്സി ഒന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാം കല്ലേൽ അരച്ചാണ് ചെയ്യുന്നത്. പോയോ? പോയില്ലോ. എന്തായി? എന്താ എന്ത് പറ്റി? ഒന്നുമില്ല. എന്ത്? കൈകൊണ്ട് വാരില്ല ഗൗരി, ആ പാത്രം കൊണ്ട് വാരി ഗൗരി. ബാക്ടീരിയ ഉണ്ടാവും. ചോറ് തിന്നുമ്പോ പിന്നെ കയ്യില് പിന്നെ നീറ്റലായിരിക്കും. അങ്ങനെ വാര്, അല്ലാതെ കൈ കൊണ്ട് വാരണ്ട. ആ ചിരട്ട കൊണ്ട് കോരിയിടെ. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു ചീനച്ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി എടുത്തതോ? ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ചു. രണ്ട് വലിയ കഷ്ണം ആണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ബീഫിന് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് വേവിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കാനായി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ചീരകവും കറുകപ്പട്ടയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളകാണ്. പിന്നെ ഇതിന് വേണ്ടത് മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയാണ്. ബീഫിന് വേണ്ട തേങ്ങ റെഡി ആയിട്ടുണ്ട്. തേങ്ങയുടെ പാകം ഇതേപോലെ ബ്രൗൺ കളറാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും പട്ടയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം.
അരച്ചെടുക്കൽ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലിപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയാണുള്ളത്. മൺചട്ടിയിൽ ഒഴിച്ചിരിക്കുന്നത് തേങ്ങ അരച്ച് കഴുകിയ വെള്ളമാണ്. കൂടെ വേവിച്ച് വറ്റിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇച്ചിരി മസാലയുടെ പാത്രം കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. ഇനി വെള്ളം ഒഴിക്കണോ? അതിനിടയിൽ അമ്മ കുറച്ച് കറിവേപ്പില കൊണ്ടിട്ടു. തീ കുറക്കണോ? അടി പിടിക്കോ? ഇനി ഇതൊന്ന് കുറച്ചു നേരം അടച്ചു വെക്കാം. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.